ട്രെയിലറിൽ ജീവൻ നിലനിർത്താൻ വേണ്ടി കുറച്ച് വെള്ളം മോന്തി കുടിക്കുന്നത് കാണിച്ച് തൊട്ടടുത്ത സീനിൽ സുലഭമായ വെള്ളത്തിൽ കിടക്കുന്ന നായകൻ. ആ ഒരൊറ്റ ട്രാൻസിഷൻ സീനിൽ തന്നെ നമുക്ക് ഏറെക്കുറെ ഈ സിനിമയുടെ ക്വാളിറ്റി ഉറപ്പിക്കാം. പറഞ്ഞു വന്നത് ആടുജീവിതം എന്ന മൂവി തന്നെയാണ്. ഇനിയിപ്പോൾ എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ കാണണം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ 10 വർഷം എടുത്ത് ബ്ലെസ്സി ഡയറക്റ്റ് ചെയ്യുന്ന ഒരു മൂവി. ക്യാരക്ടറിന് വേണ്ടി 98 കിലോ 60 കിലോ ആക്കി ഭാരം കുറച്ച പൃഥ്വിരാജ്, റസൂൽ പൂക്കുട്ടി സൗണ്ട് മിക്സിംഗ്, AR റഹ്മാൻ മ്യൂസിക് ഡയറക്ടർ. ഒരിക്കലും എന്നെ കൊണ്ടാവില്ല ഈ ഒരു മൂവിയുടെ എക്സ്പെക്റ്റേഷൻ കുറയ്ക്കാൻ. ഒരു ഇമോഷണൽ ഡ്രാമ ആവാനാണ് ചാൻസ് കൂടുതൽ. ട്രെയിലർ കണ്ടപ്പോൾ എവിടെയൊക്കെയോ ഒരു മറിയാൻ ഫീലൊക്കെ വന്നു. റൊമാൻസും മരുഭൂമിയും ആയതുകൊണ്ടായിരിക്കും അത്. ആടുജീവിതം വായിച്ചവർക്ക് അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നു എന്നറിയാനുള്ള തിടുക്കം. വായിക്കാത്തവർക്കാവട്ടെ എന്താണ് ഇവർ ചെയ്തു വെച്ചിട്ടുണ്ടാവുക എന്ന ആകാംക്ഷ. എന്തായാലും സാധനം കയറി കൊളുത്തിയാൽ അത് ഈ സിനിമയുടെയും ഇതിൻ്റെ ഫിലിം മേക്കേഴ്സിൻ്റെയും മാത്രം ഭാവി ആയിരിക്കില്ല മാറ്റാൻ പോകുന്നത്. ഒരുപക്ഷെ മറ്റു പല മലയാള സിനിമകളും ഇന്ത്യൻ സിനിമകളും നാളെ റെക്കഗ്നൈസ് ചെയ്യപ്പെടും. അവയെല്ലാം വേൾഡ് സിനിമ എന്ന കാറ്റഗറിയിലേക്ക്